Hello. Database management system and RDBMS. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺകറൻസി കൺട്രോൾ ആൻഡ് കൺകറൻസി പ്രോട്ടോകോൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ നമുക്ക് തൊട്ട് താഴെ കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ മുകളിലെ സജഷനിൽ കാണാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോഗ്രാമിംഗ് വിത്ത് SQL, പ്രൊസീജിയർ ലാംഗ്വേജ് ഇൻ PostgreSQL, PGSQL എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് വിത്ത് SQL, നിങ്ങൾ SQL ലാബ് ചെയ്തിട്ടുണ്ട് അല്ലെ? സ്ട്രക്ചർ കോഡ് ലാംഗ്വേജ് കോഡിങ്സ് കുറെ ചെയ്തിട്ടുണ്ട്. ടാബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നവരെ ക്രിയേറ്റ് ചെയ്യുന്ന അറിയാം, അതിലേക്ക് കുറെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതാണ്, അതൊന്ന് റിട്രീവ് ചെയ്യുന്ന അറിയാം, സെലക്ഷൻ കണ്ടീഷൻ വെച്ചിട്ട് ജോയിൻ ചെയ്തു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം നിങ്ങൾ ഓരോരോ പ്രോസസ്, ഓരോരോ ഓപ്പറേഷൻസ് ഓരോന്ന് ചെയ്തു പോയച്ചു. അതിന് പകരം നിങ്ങൾ C പ്രോഗ്രാം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പൈത്തൺ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു പ്രൊസീജിയർ ലാംഗ്വേജിന്റെ സ്ട്രക്ചറിൽ നമുക്ക് SQLിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊസീജിയർ ലാംഗ്വേജ് എന്താണെന്ന് അറിയാം അല്ലെ? ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് ചെയ്യുന്നതാണ്, ഒരുമിച്ച് ചെയ്യുന്നതാണ്. അതിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം SQL നമ്മൾ ജസ്റ്റ് ക്വറിനെക്കാട്ടിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഈ പ്രൊസീജിയർ ലാംഗ്വേജ് PGSQL എന്ന് പറയുന്നത്. അപ്പം എന്താ നമുക്ക് നോക്കാം. പ്രൊസീജിയർ ലാംഗ്വേജ് ഓർ PostgreSQL, PGSQL എന്ന് പറയും. A loadable procedure programming language supported by the PostgreSQL. It is a loadable procedure programming language. Procedure programming language എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരുമിച്ച് ഉള്ളതിനാണെന്ന് പറയാം പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു C പ്രോഗ്രാം ഇതിലൊരു എക്സാമ്പിൾ ആണ്. അതേപോലെ നമ്മൾ ഡാറ്റാബേസിലേക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനെയാണ്, പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് നമുക്ക് വേണ്ട റിസൾട്ട് റിട്രീവ് ചെയ്തെടുക്കുന്നതിനെയാണ് PGSQL എന്ന് പറയുന്നത്. സോ ഇതൊരു പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് ഐഡിയ ഉണ്ട് നമുക്ക്, ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആണ്. സോ PGSQL is a fully featured programming language, allow much more procedure control than SQL. സോ SQL നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ സ്ട്രക്ചർഡ് ഒരു ലാംഗ്വേജ് മാത്രമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൺട്രോളുകളൊന്നുമില്ല. നിങ്ങളൊരു ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ, ഡാറ്റാബേസിന് ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യും, ജസ്റ്റ് റിട്രീവ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യും, ഒരു ക്വയറി ടൈപ്പ് ചെയ്യും, അതിന്റെ റിസൾട്ട് കിട്ടും, അതിന്റെ റിസൾട്ടിന് അടുത്ത ക്വയറി ടൈപ്പ് ചെയ്യും, അങ്ങനെ എടുത്ത് പോകാം. അതിൽ നിന്ന് മാറിയിട്ട് PGSQLിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി അധികം നിങ്ങൾക്ക് കൺട്രോൾ തരും പ്രോഗ്രാമിംഗ്. അതായത് ഒരു സെറ്റ് ഓഫ് ടാസ്ക് നമുക്ക് ഒരുമിച്ച് എഴുതിയിട്ട് എന്ത് ചെയ്യാം, അത് ഒറ്റ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. The procedure add many procedure elements like control structures, loop and complex calculations. ഇപ്പം തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ SQL ആണ് ഇതിൽ നമ്മൾ ലാബ് ചെയ്തത്. അതോടെ നമുക്ക് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇല്ല അല്ലെ? അതായത് if else അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല നമ്മളിതിൽ, ജസ്റ്റ് SQL മാത്രമാണ്. പക്ഷെ PLSQLിലേക്ക് വരുമ്പോൾ നമുക്ക് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. if else സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാം, അതേപോലെ വൈൽ ലൂപ്പ് ഉപയോഗിക്കാം, അങ്ങനത്തെ ലൂപ്പുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ ലൂപ്പ് ഉപയോഗിക്കാം, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. സോ ഇങ്ങനെ കുറച്ചും കൂടെ കൺട്രോൾ, കുറച്ചും കൂടെ ആഡഡ് എലമെന്റ്സ് വരുന്നതാണ് എന്ത് PGSQL എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് അതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ C പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്, അത്രയും ബുദ്ധിമുട്ടൊന്നും ഇത് മനസ്സിലാക്കാനില്ല. അതിനെക്കാട്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ടോപ്പിക്കുകളും ചെറിയ ചെറിയ ഓപ്പറേഷൻസും. So it allows you to develop complex functions and stored procedure in PostgreSQL that may not be possible using plain SQL. ഒരു പ്ലെയിൻ SQL വെച്ച് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കുറെ അധികം അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും ഈ PLSQL വെച്ചിട്ട്, PGSQL വെച്ച് ചെയ്യാൻ പറ്റും. സോ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻസ് എന്താണെന്ന് അറിയാം അല്ലെ? ഒരു യൂണിറ്റ് ആണ്, ഒരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് ടാസ്ക്. അത് സിംഗിൾ വാല്യൂ റിട്ടേൺ ചെയ്ത് C-ലൊക്കെ ഉള്ളത്. അങ്ങനത്തെ കാര്യങ്ങൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സുകളാണ് PGSQL. സോ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സുകൾ നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ഈസി ടു യൂസ്, can be used to create functions and to trigger procedures, adds control structure to the SQL language. So control structure നമ്മൾ നേരത്തെ പറഞ്ഞ if else അങ്ങനത്തെ ലൂപ്പുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും, else if ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. Can perform complex computations, നമുക്ക് കുറച്ച് അധികം കമ്പ്യൂട്ടേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. SQL നമ്മൾ കമ്പ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ഓവർകം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് ആയിട്ടുള്ള കോംപ്ലക്സ് കാൽക്കുലേഷൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. So it inherits all user-defined types, functions and operators can be defined to be trusted by the server. So advantages of using PGSQL. നമ്മൾ SQL നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് PGSQL പോകണമെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
സോ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾ SQL ഒരു ക്വയറി ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ആ ക്വയറി ക്ലയന്റിൽ നമ്മളാണ് ക്ലയന്റ്, ഡാറ്റാബേസ് ആണ് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, സെർവർ ഡാറ്റാബേസും ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മൾ എൻഡ് യൂസറാണ്. നമ്മളൊരു ക്വയറി ക്ലയന്റ് ഒരു ക്വയറി കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡാറ്റാബേസിലേക്ക് പോകണം, അവിടുന്ന് ആ ക്വയറി പ്രോസസ് ചെയ്ത് റിസൾട്ട് തിരിച്ച് നമുക്ക് വരണം. അപ്പോൾ ഏതെന്ത് ചെയ്യുന്നു, പ്രോസസ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഒരുപാട് ക്വയറീസ് വൺ ബൈ വൺ ചെയ്യുമ്പോൾ എന്തുണ്ട്, SQL ആണെങ്കിൽ 1 by 1 ആണ്. ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യം ഒരു ക്വയറിക്ക് അങ്ങോട്ട് ഡാറ്റ പോകണം, ക്വയറി പോകണം, അതിന്റെ റിസൾട്ട് തിരിച്ചു വരണം. ഒരു റൗണ്ട് ട്രിപ്പ് വേണം അല്ലെ, ഓരോന്നിനും കുറെ പ്രാവശ്യം ഈ ഡാറ്റ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഇത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, കുറച്ച് ലാഗിങ് ഉണ്ടാക്കും, അല്ലെങ്കിൽ കുറച്ച് അധികം സമയം ആവശ്യമുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് എന്ത്, PLPG SQL. ഇത് റിഡ്യൂസ് നമ്പർ ഓഫ് റൗണ്ട് ട്രിപ്പ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റാബേസ് ആണ്. അപ്പം ഞാനൊരു PLSQL പ്രോഗ്രാം ചെയ്താൽ അതിൽ സെറ്റ് ഓഫ് ടാസ്ക് ഉണ്ടാവും. SQL ഒരു ക്വയറീസ് ആണ് ഉണ്ടാവുക, ഓരോരോ ക്വയറീസ് ആണ്. PLPG SQL ആകുമ്പോൾ എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് ക്വയറീസ് ഉണ്ടാവും, അത് ഒരുമിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഈ സെറ്റ് ഓഫ് ക്വയറീസ് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ഒരു പ്രാവശ്യം നമ്മൾ ആ കോഡ് എഴുതിയിട്ട് കമ്പൈൽ ചെയ്യുമ്പോൾ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, അത് നേരെ ഡാറ്റാബേസിലേക്ക് ഒരു ടൈം പോയാൽ മതി. എന്തൊക്കെയാണോ പ്രോസസ് ചെയ്യാനുള്ളത്, നമ്മൾ കോഡ് എഴുതിയിട്ട് എന്തൊക്കെയാണോ ടാസ്ക് ചെയ്യാൻ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യും, റിസൾട്ട് ഒരു പ്രാവശ്യം തിരിച്ചു വരും. SQL ഓരോ ക്വയറിക്കും ഡാറ്റ അങ്ങോട്ട് പോകണം, തിരിച്ച് ഡാറ്റ വരണം. അങ്ങനെ ഒരുപാട് സമയം തരും ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിരുന്നു. പക്ഷേ PLPG SQL ആകുമ്പോൾ ഒറ്റ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ഈ ഡാറ്റ എല്ലാം അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എല്ലാം ഡാറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യും, തിരിച്ചത് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, സോ ഇറ്റ് റെഡ്യൂസസ് റൗണ്ട് ട്രിപ്പ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റാബേസ് സെർവർ. So all SQL statements are wrapped inside a function stored in the Postgres database server. So the applications only has to issue a function call to get the result back instead of sending multiple SQL statement and wait for the result between each call. അവിടെ ഒരുപാട് സമയം ഈ റൗണ്ട് ട്രിപ്പിന് വേണ്ടി ആവശ്യമുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡ്യൂസ് ചെയ്യാൻ പറ്റും. So second advantage, increases applications performance because the user-defined functions and stored procedure are pre-compiled and stored in PostgreSQL database server. So again, reduce ചെയ്യും, ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യും, reduce ചെയ്ത് കിട്ടും, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് ചെയ്യും, because it is pre-compiled and stored in Postgres database server. ഒരു പ്രാവശ്യം പോയാൽ മതി. ഓട്ടോ ഇറ്റ് ഈസ് ഓൾസോ കമ്പൈൽ ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്തത്, ഇത് ഡാറ്റാബേസിൽ നമ്മൾ അതിന്റെ ക്വയറീസ് അയക്കുന്നത്. സോ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രാവശ്യം PLSQL ഒരു കോഡ് എഴുതിയാൽ അത് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. SQL നമുക്ക് ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റ് അടിച്ചാൽ അത് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അടുത്ത സെലക്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം, വേറെ അത് ടൈപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ PLPG SQL നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ, പ്രൊസീജിയർ ലാംഗ്വേജ് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റും, ഒരുപാട് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ. അപ്പം റിഡ്യൂസ് റൗണ്ട് ട്രിപ്പ് and it is reduce time consuming and it is reusable. ഇതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ്. And also there is some disadvantages of it. എന്തൊക്കെയാണ്, സ്ലോനെസ് ആണ്. ഇത് ഈ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആക്കാൻ ചില സമയത്ത് നമുക്ക് കുറച്ച് സമയം ആവശ്യം വരുന്നത്. കാരണം ഇത് സ്പെഷ്യലൈസ്ഡ് സ്കിൽ ആവശ്യമുണ്ട്. കാരണം ഈ PLSQL എന്നുള്ള കോഡ് ചെയ്യുന്ന ആൾക്കാർ, ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ ഡാറ്റാബേസിലേക്ക് ലിങ്ക് കൊടുക്കും, അവർക്ക് എന്തും കൂടെ അറിയണം. ഈ PLPGS എന്നുള്ള പ്രോഗ്രാമിംഗ് കൺസെപ്റ്റും കൂടെ അറിഞ്ഞാലേ ഈ കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരു സ്പെഷ്യൽ സ്കിൽ ആവശ്യമുണ്ട്, ഈ പ്രോഗ്രാമിംഗിന്റെ സ്കിൽ ആവശ്യമുണ്ട്. അത് എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. അപ്പം അവിടെ ഒരു ലാഗ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം എല്ലാവരും PLPGSQL അറിഞ്ഞിട്ടാവില്ല ഡെവലപ്പ് ചെയ്തിട്ട്. സോ ഡിഫിക്കൽട്ട് ടു മാനേജ് വേർഷൻസ് ആൻഡ് ഹാർഡ് ടു ഡീബഗ്. സോ ഒരുപാട് വേർഷൻസ് വരുന്നുണ്ട് ഇതിന്റെ PLPGSQL. ഇപ്പം നമ്മൾ പഠിക്കുന്നത് PostgreSQL ആണ്, അതേപോലെ ഒറാക്കിളിന്റെ MySQL ഉണ്ട്. ഇങ്ങനെ ഓരോന്നിലും ഈ ക്വയറീസ് ഒക്കെ എന്തുണ്ട്, വ്യത്യാസമാണ്. അപ്പം അതെല്ലാം പഠിച്ചെടുക്കുന്നത് ഓരോ വേർഷൻസിനനുസരിച്ച് ഇത് പഠിച്ചെടുക്കുന്നത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്, ഇറ്റ് ഈസ് ഹാർഡ് ടു ഡീബഗ് ആണ്. ഒരു എറർ ഉണ്ടായി കഴിഞ്ഞാൽ ഡീബഗ് ചെയ്യാൻ കുറച്ച് പാടാണ്. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വരുമ്പോൾ അറിയാൻ പറ്റും. എറർ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, ചെറിയ പ്രോഗ്രാമാണ്. പക്ഷെ എറർ ഉണ്ടായി കഴിഞ്ഞാൽ എവിടെയാണ് എറർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം C പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന ലൈനിൽ എത്രാമത്തെ കോളത്തിൽ എറർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, എവിടെയാണ് എറർ നമുക്ക് എന്ത് പറ്റില്ല, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രോബ്ലം ആണ് ഇതിന്റെ. Then may not portable to the other database management system. അതായത് നേരത്തെ പറഞ്ഞു, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് Postgres ആണ്, PostgreSQL ആണ്. ഇപ്പൊ MySQL വേറെ ഉണ്ട്. അപ്പം അതുകൊണ്ടും ഇങ്ങോട്ടും ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എഴുതിയൊരു Postgresന് എഴുതിയൊരു പ്രോഗ്രാം ഒരിക്കലും നമുക്ക് MySQLിലേക്ക് അപ്ലൈ ചെയ്യാൻ രണ്ടിന്റെയും കൂടുതൽ ചെറിയ ചെറിയ വ്യത്യാസം. സോ ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി ഒരു PLPGSQLന്റെ സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് എ ബ്ലോക്ക് സ്ട്രക്ചർ ആണ്, ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഈ PLPGSQL വരുന്നത്.
നിങ്ങൾക്കറിയാം, നിങ്ങൾ HTML ഒക്കെ ചെയ്യുന്ന പോലെ ബോഡിയുടെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിലൊരു ബ്ലോക്ക് സ്ട്രക്ചർ. അതേപോലെ തന്നെയാണ് ഇതിന്റെ സ്ട്രക്ചർ. PLP/GSQL is a block structured language ആണ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ആണ്. സോ each statement within the block is terminated by a semicolon. So ഓരോ ബ്ലോക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യും, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു സെമികോളൻ വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യണം. നമ്മൾ C പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാലും അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെമികോളൻ വെച്ചിട്ട് അത് ടെർമിനേറ്റ് ചെയ്യണം. ഇതിന്റെ സിന്റാക്സ് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പ്രോഗ്രാം എഴുതാൻ പോകുമ്പോൾ ഇത് ആവശ്യമുണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നത് ലാബിൽ എന്ന് പറയുന്ന ഒരു ഭാഗം. ലാബ് ഇത് ഓപ്ഷണൽ ആണ്. ഈ ലാബിൽ എന്ന് ഭാഗം ഒരു ഇങ്ങനെ ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഇതിന്റെ അകത്താണ് ഈ നമ്മളെ ലാബിൽ വരിക. ഈ സ്ക്വയർ ബ്രാക്കറ്റ് പ്രോഗ്രാമിൽ ഉണ്ടാവില്ല, അത് ഈ ഓപ്ഷണൽ ആയതുകൊണ്ട് കൊടുത്തുന്നുള്ളൂ. എക്സാമ്പിൾ കാണാൻ നിങ്ങൾ തൊട്ടടുത്ത്. ഈ ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അകത്ത് നിങ്ങൾ ലാബിൽ കൊടുക്കും. ഈ ലാബിൽ എന്ന് പറഞ്ഞാൽ ഈ കോഡ് എന്താണ് മീൻ ചെയ്യുന്നത്, പ്രോഗ്രാമിന് ഒരു പേരൊക്കെ കൊടുക്കുന്ന പോലെ. അപ്പൊ ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം BSc CS അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം ഇങ്ങനെയൊക്കെ കൊടുക്കാൻ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. സോ ഓപ്ഷണൽ ആണ്. ദെൻ ഇതിന് രണ്ട് ഭാഗമാണ് ഒരു ഈ ബ്ലോക്ക് സ്ട്രക്ചറിനുള്ള. ഒന്ന് ഡിക്ലറേഷന്റെ ഭാഗം, ഡിക്ലെയർ എന്ന് പറയുന്ന ഭാഗം. രണ്ടാമത്തത് ബോഡി എന്ന് പറയുന്ന ഭാഗം, ബിഗിൻ തൊട്ട് ഈ എൻഡ് വരെയുള്ള. സോ ഡിക്ലെയർ എന്നുള്ള ഭാഗം ഓപ്ഷണൽ ആണ്, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡിക്ലറേഷൻ ആണ്. നമ്മളൊരു ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ PLP/GSQL പ്രോഗ്രാമിംഗിൽ ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ആ വേരിയബിൾ നെയിം നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം ഉപയോഗിക്കുന്നതിന് മുന്നേ. അപ്പം എക്സ് എന്നൊരു വേരിയബിൾ, ഇന്റിജർ വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഡിക്ലെയർ എന്ന് ചെയ്തിട്ട് ഇവിടെ എക്സ് ഇന്റിജർ, അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ എന്ത് കൊടുക്കാം, വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വേരിയബിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഡിക്ലറേഷന്റെ ഭാഗം നമുക്കൊന്നുമില്ല, ആവശ്യമില്ല. ലാബിൽ എന്നുള്ള ഭാഗം ഓപ്ഷണൽ ആണ്, പ്യൂർലി ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇനി ഡിക്ലെയർ എന്നുള്ള ഭാഗം എന്തെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കും. ഇനി ഈ ബിഗിൻ തൊട്ട് ഈ എൻഡ് വരെയുള്ള ഭാഗമാണ് ഇതിന്റെ ബോഡി എന്ന് പറയുന്ന ഭാഗം. ഇത് റിക്വയർഡ് മസ്റ്റ് ആണ്. ഇത് ഒരു PLP/GSQL മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടതാണ്. ഇതിന്റെ അകത്താണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ഇടും. ഓരോ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യും, സെമികോളൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഡിക്ലെയറിലാണെങ്കിലും എക്സ് ഇന്റിജർ എന്ന് കൊടുത്താൽ സെമികോളൻ വേണം, വൈ ഇന്റിജർ എന്ന് കൊടുത്താൽ അതിനും സെമികോളൻ വേണം, ദെൻ സെറ്റ് കെയർ എന്ന് കൊടുത്താൽ അതിനും എന്ത് വേണം, സെമികോളൻ വേണം. ദെൻ ബിഗിന്റെ അകത്താണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, x = x + y അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് എവിടെയാണ്, ഈ ബിഗിന്റെ അകത്താണ്. ബിഗിൻ മുതൽ എൻഡ് വരെയുള്ള ഭാഗത്താണ് എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻസ് അത് ഇവിടെ മെൻഷൻ ചെയ്തു. സെലക്ട് ആവും. അപ്പം ഡിക്ലെയർ ഇല്ലാത്ത പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ ആണ്, ജസ്റ്റ് ബിഗിൻ മുതൽ എൻഡ് വരെ മാത്രം മതി. ഈ എൻഡിന് ശേഷം സെമികോളൻ ഉണ്ട്, ഓർമ്മയിൽ ഉണ്ടാവുക, എൻഡിന് ശേഷം സെമികോളൻ ഉണ്ടാവും. സോ ഡിക്ലറേഷൻ ഇല്ലാത്തൊരു പ്രോഗ്രാമാണ് സെലക്ട് സ്റ്റാർ ഫ്രം എ ടേബിൾ നെയിം. ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തില്ല, അവിടെ വേരിയബിൾ ഡിക്ലറേഷൻ ഒന്നുമില്ല. സോ ഡിക്ലെയറിന്റെ ഭാഗം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒമിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബിഗിൻ മുതൽ എൻഡ് വരെ. അപ്പം ഇതിന്റെ ബ്ലോക്ക് സ്ട്രക്ചർ ഇതാണ്, രണ്ട് ഭാഗം, ഡിക്ലറേഷന്റെ ഭാഗം ആൻഡ് ബോഡി എന്ന് പറയുന്ന ഭാഗം. ഡിക്ലെയറിന്റെ ഭാഗത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തും അടിയിൽ ഏതൊക്കെയാണ് വേരിയബിൾസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആ വേരിയബിൾസിന്റെ മുഴുവൻ നെയിം കൊടുക്കും, അത് ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുക്കും. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വേരിയബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ദെൻ ഈ ബിഗിൻ മുതൽ എൻഡ് വരെയുള്ള ഭാഗമാണ് റിക്വയർഡ് എന്ന് പറയുന്നത്. ഇത് മസ്റ്റ് ആയിട്ടും ഒരു PLP/GSQL ഉണ്ടാവേണ്ടതാണ്. ഇതിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണോ സ്റ്റേറ്റ്മെന്റ്സ്, എന്തൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് ഇവിടെ ഇതും. ഈ ഓരോ ലൈനും നമ്മൾ എന്ത് ചെയ്യും, സെമികോളൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. എക്സാമ്പിൾ തൊട്ട് താഴെ കാണിച്ചു തരാം. ഇപ്പം ഇത് ഡിസ്കസ് ചെയ്യണം. ഈച്ച് ബ്ലോക്ക് ഹാസ് 2 സെക്ഷൻസ്, ഡിക്ലറേഷൻ ആൻഡ് ബോഡി. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന ഭാഗമാണ്. ആൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം, ആ ബിഗിൻ തൊട്ട് എൻഡ് വരെയുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്യാൻ പോകുന്നത് അതാണ് ബോഡിയിൽ എഴുതുക. ഡിക്ലറേഷൻ സെക്ഷൻ ഈസ് ഓപ്ഷണൽ വൈൽ ദ ബോഡി സെക്ഷൻ ഈസ് റിക്വയർഡ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഡിക്ലറേഷൻ എന്നുള്ളത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്ടെങ്കിൽ മാത്രമേ എന്ത് ഉപയോഗിക്കുള്ളൂ, ഡിക്ലറേഷൻ ഉപയോഗിക്കുള്ളൂ. പക്ഷെ ബോഡി എന്നുള്ളത് ഭാഗം റിക്വയർഡ് ആണ്. അതിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, എന്തൊക്കെയാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് ചെയ്യാം. സോ ഇറ്റ് ഈസ് റിക്വയർഡ് ആണ് ബോഡി. ആൻഡ് ഡിക്ലറേഷന്റെ ഭാഗം എന്താണ്, ഓപ്ഷണൽ. The block is ended with semicolon after the end key. അപ്പോൾ നമ്മൾ ഈ ഡിക്ലറേഷൻ ബ്ലോക്കിന്റെ അവസാനം അത് സ്റ്റോപ്പ് ചെയ്യൽ എന്ത് വെച്ചിട്ടുണ്ട്, എന്ത് കീവേഡ് വെച്ചിട്ടാണ്, എൻഡ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ്. തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ട് സിന്റാക്സിൽ എൻഡ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുക, അത് അവസാനിപ്പിക്കുക. അതിനുശേഷം എൻഡിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കും, ഒരു സെമികോളൻ. തൊട്ട് മുന്നേ കാണിച്ച ആ ബ്ലോക്ക് സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ,
അവസാനം നമുക്ക് കാണാം എൻഡ് എന്നുള്ള കീവേഡ്. അത് ഒരു PLPGSQL പ്രോഗ്രാം എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കീവേഡ് ആണ് എൻഡ് എന്നുള്ളത്. അപ്പൊ അതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു സെമിക്കോളൻ. A block may have optional label located at the beginning and at the end. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ലാബൽ എന്നൊരു സാധനം തൊട്ട് ഏറ്റവും മുകളിലായിട്ട് കണ്ടിട്ടുണ്ടല്ലേ. സോ ഇറ്റ് ഈസ് ഓപ്ഷണൽ ആണ്, നമ്മൾ ബിഗിനിങ്ങിലും എൻഡിലും കൊടുക്കാം. നേരത്തെ കണ്ട ആ ലാബിന്റെ ഭാഗത്ത് BSc CS കൊടുത്താൽ അത് നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാം. എൻഡിന് ശേഷം ഏത് PLSQL പ്രോഗ്രാം ആണെങ്കിൽ എൻഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻഡിന് ശേഷം സ്പേസ് ഇട്ട് കൊടുക്കുക. സെയിം നെയിം BSc CS ആണെങ്കിൽ ആ BSc കൊടുക്കുക. എക്സാമ്പിൾ ഒന്നും കൂടെ അത് ക്ലിയർ ആക്കി ഞാൻ പറയാം. So you use the block label in case you want to specify this in exit statement of the block of body. Exit ൽ എൻഡിന് ശേഷം നിങ്ങൾക്ക് ഈ ഏത് പ്രോഗ്രാം ആണ് ഏത് PLPGSQL ബ്ലോക്ക് ആണ് എൻഡ് ചെയ്ത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലോക്കിന് ഒരു ലാബിൽ കൊടുക്കാം. ലാബിൽ കൊടുക്കുന്ന ഉദ്ദേശമാണ് ഒന്ന് എൻഡിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ to qualify the names of variable declared in the block. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ബ്ലോക്കിന്റെ അകത്ത് ഒരു വേരിയബിൾ ഉപയോഗിച്ചു. ഇപ്പൊ BSc CS എന്നുള്ള ബ്ലോക്കിന്റെ അകത്ത് ഒരു X എന്നുള്ള വേരിയബിൾ ഉപയോഗിച്ചു. ഇതിന്റെ അകത്ത് നമ്മൾ വേറൊരു ബ്ലോക്ക് ഉണ്ട് BC എന്നുള്ള ബ്ലോക്ക്. അതിന്റെ അകത്ത് BScയിലെ വേരിയബിൾ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ അവിടെ BSc CS ഡോട്ട് X എന്ന് ഉപയോഗിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ബ്ലോക്കിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ ബ്ലോക്കിലെ വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ തൊട്ട് അടുത്ത സ്ലൈഡിലെല്ലാം കാണിക്കുകയാണ്. സോ രണ്ട് കാര്യങ്ങൾക്കാണ് ലാബ് കൊടുക്കുന്നത്. ഒന്ന് എൻഡിന് ശേഷം നമുക്ക് ആ ലാബിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് PLPGSQL പ്രോഗ്രാമാണ് എക്സിറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ടു ക്വാളിഫൈ ദ നെയിംസ് ഓഫ് വേരിയബിൾ ഡിക്ലെയർ ഇൻ ദ ബ്ലോക്ക്. ഇതെന്താന്നുള്ളത് ക്വാളിഫൈ ദ നെയിംസ് ഓഫ് വേരിയബിൾ ഡിക്ലെയർ ഇൻ ദ ബ്ലോക്ക് എന്നത് തൊട്ടടുത്ത സ്ലൈഡിൽ ഒന്നും കൂടെ ക്ലിയർ ആവും. So the declaration section is where you declare all variables used within the body section. Already പറഞ്ഞാണ് നമ്മൾ ഡിക്ലെയറിന്റെ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബോഡിയിൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യും. Each statement in the declare section is terminated with a semicolon. എല്ലാ സ്റ്റേറ്റ്മെന്റും നമ്മളൊരു സെമിക്കോളൻ വെച്ച് എക്സിറ്റ് ചെയ്യുന്നത്. The body section is where you place the code. അപ്പം ബോഡി സെക്ഷൻ ബിഗിൻ മുതൽ എൻഡ് വരെയുള്ള ഭാഗത്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ബോഡി എന്ന് പറയുന്നത്. അവിടെയാണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന PLPGSQL കോഡ്, അത് അവിടെ നമ്മൾ കൊടുക്കുന്നത്. Each statement in the body section is also terminated with semicolon. So ബോഡിന്റെ അകത്തുള്ളതാണെങ്കിലും ഓരോ സ്റ്റേറ്റ്മെന്റും എക്സിറ്റ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് വേണം, സെമിക്കോളൻ. എക്സാമ്പിൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ PLPGSQL പ്രോഗ്രാമിന്റെ ഒരു ബ്ലോക്ക് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് കാണുന്നത്. അപ്പം ഒരു PLPG പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡു എന്ന് എഴുതും നമ്മൾ. ദെൻ ഡബിൾ ഡോളർ സിംബൽ, രണ്ട് ഡോളർ സിംബൽ. ഇങ്ങനെയാണ് ഒരു PLPGSQL പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡു ആൻഡ് രണ്ട് ഡോളർ സിംബൽ. ദെൻ അത് നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ ലാബിൽ കൊടുക്കും. ഇതാണ് ലാബിൽ. ഇവിടെ ലാബിന്റെ പേര് ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ളതാണ്, ഓപ്ഷണൽ ആണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സോ ഇത് ഓപ്ഷനിലാണ്. ഈ പ്രോഗ്രാമിൽ ഞാൻ ഡിക്ലറേഷന്റെ ഭാഗം രണ്ട് ഭാഗം ഉണ്ടെന്ന് ഡിക്ലെയറിന്റെ ഭാഗമാണിത്. അവിടെ ഡിക്ലെയർ ചെയ്യുന്ന രീതി തൊട്ട് താഴെ വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. ഇവിടെ കൗണ്ടർ എന്നുള്ളതാണ് എന്ത്, വേരിയബിൾ. സോ ദിസ് ഡാറ്റ ടൈപ്പ് എന്താണ്, ഇന്റിജർ ആണ്. ഇന്റിജർ എന്ന് ചെയ്യും. സോ കൗണ്ടർ ഇന്റിജർ ആൻഡ് ഇവിടെ ഞാൻ 0 എന്നുള്ള വാല്യൂ കൗണ്ടറിന് അസൈൻ ചെയ്ത് കൊടുത്തു. ആ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. സാധാരണ സീക്വൽ ടു അല്ല, എന്ത് കൊടുക്കണം, കോളൻ സീക്വൽ ടു കൊടുക്കുന്നതാണ് എന്ത്, PLPGSQL അസൈൻമെന്റ് ഓപ്പറേഷൻ. സാധാരണ നമ്മൾ സീക്വൽ ടു ആണ് എല്ലാത്തിനും ചെയ്തത് അല്ലെ, സി പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ. ഇപ്പൊ ഇവിടെ വ്യത്യാസമുണ്ട്. അസൈൻമെന്റ് ഓപ്പറേറ്റർ കോളൻ ആൻഡ് സീക്വൽ ടു. അപ്പം കൗണ്ടർ ഇന്റിജർ അസൈനിങ് വാല്യൂ ടു 0. ഇതാണ് ഡിക്ലറേഷൻ. ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, അത് ഇവിടെ ഡിക്ലെയർ ചെയ്യും. ഇനി വേറെ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് താഴെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവസാനം ഓരോന്നിനും സ്റ്റേറ്റ്മെന്റ് എന്തുണ്ടാവും, ഒരു സെമിക്കോളൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുക. ദെൻ നമ്മൾ രണ്ടാമത്തെ ബോഡി ഈ ഭാഗത്തേക്ക് പോയി ബിഗിൻ തൊട്ട് എൻഡ് വരെയുള്ളതാണ് എന്ത്, ബോഡി എന്ന് പറയുന്നത്. സോ ബിഗിൻ എന്ന് ചെയ്ത് നമ്മൾ ഇവിടെ കൗണ്ടർ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ, കൗണ്ടർ എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ എന്താക്കി, ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1, ഒന്ന് ഇൻക്രിമെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് ചെയ്യാൻ നമ്മളൊരു സെമിക്കോളൻ കൊടുത്തു. ദെൻ കൗണ്ടറിന്റെ വാല്യൂ ഒരു നമ്പർ കൂട്ടി ഞാൻ. ദെൻ ഈ വാല്യൂ പ്രിന്റ് ചെയ്യണം. നിങ്ങൾ സി പ്രോഗ്രാമിൽ പ്രിന്റഫ് ഉപയോഗിക്കുന്ന പോലെ PLPGSQL ഉപയോഗിക്കുന്ന കീവേഡ് ആണ് റൈസ് നോട്ടീസ്. നമ്മൾ പ്രിന്റഫ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുകയാണ് എന്ത്, റൈസ് നോട്ടീസ്. ദെൻ ഒരു സിംഗിൾ കോട്ടിന്റെ അകത്ത് എന്താണോ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്ത് വരുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഒരു സിംഗിൾ കോട്ടിന്റെ അകത്ത്.
സോ റൈസ് നോട്ടീസ് പ്രിന്റഫിന് പകരം പോലെ നമ്മൾ സി പ്രോഗ്രാമിൽ പ്രിന്റഫിന് പകരം പോലെ ഉപയോഗിക്കുന്നതാണ് റൈസ് നോട്ടീസ്. ഒരു സിംഗിൾ കോട്ടിനകത്ത് എന്താണ് നിങ്ങൾക്ക് സ്ക്രീനിൽ വരേണ്ടത് അത് ഒരു സിംഗിൾ കോട്ടിനകത്ത്. അപ്പം ഈ ഇത്രയും ഭാഗം ആണ് എന്ത് ചെയ്യാം, ദ കറന്റ് വാല്യൂ ഓഫ് കൗണ്ടർ ഈസ് ദെൻ ഒരു പെർസെന്റേജ് സിമ്പിളും. ഇത്രയും ഭാഗമാണ് പ്രിന്റ് ചെയ്ത് വരിക. ഇവിടെ പെർസെന്റേജ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. സി പ്രോഗ്രാമിൽ ഇപ്പോൾ ഇൻഡിജർ ആണ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ കൊടുക്കും, പെർസെന്റേജ് ടി കൊടുക്കും. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ പെർസെന്റേജ് എഫ് കൊടുക്കും അല്ലെ. അങ്ങനെ ഓരോന്ന് ഇപ്പൊ ക്യാരക്ടർ ആണെങ്കിൽ പെർസെന്റേജ് സി കൊടുക്കും. അതേപോലെ ഒരു വേരിയബിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പെർസെന്റേജിന് സ്ഥാനത്ത് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇവിടെ ഏത് വേരിയബിൾ ആണെങ്കിലും ഇൻഡിജർ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഡബിൾ ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും എല്ലാം പെർസെന്റേജ് ഒന്ന് മാത്രം കൊടുത്താൽ മതി. അതിന്റെ സി പ്രോഗ്രാമിൽ കൊടുക്കുന്ന പോലെ ഡി എന്നോ പെർസെന്റേജ് എഫ് എന്നോ സ്പെസിഫൈ ചെയ്യുന്ന ആവശ്യമില്ല. പെർസെന്റേജ് എന്ന് മാത്രം കൊടുത്താൽ മതി ആ വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി. ദെൻ കോമ ഇട്ടിട്ട് ഈ വാല്യൂ ആണ് കൗണ്ടർ എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ ആണ് ഇത് പ്രിന്റ് ചെയ്യേണ്ടത്, കൗണ്ടർ എന്ന് വിളിക്കും. അപ്പം റൈസ് നോട്ടീസ് അപ്പൊ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരിക ദ കറന്റ് വാല്യൂ ഓഫ് കൗണ്ടർ ഈസ്, ഈ കൗണ്ടറിന്റെ വാല്യൂ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1, 0+1. സോ കൗണ്ടറിന്റെ വാല്യൂ 1. അപ്പം നമുക്ക് ഔട്ട്പുട്ട് വരെ പ്രോഗ്രാമിന് 1 എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക ഔട്ട്പുട്ട് വരിക. ദെൻ ഈ ബിഗിൻ ഈ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യാണ്, അതിനുവേണ്ടി എൻഡ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കും. എൻഡ് കീവേഡ് ഉപയോഗിച്ചിട്ട് സെമിക്കോളൻ ഉപയോഗിച്ചാൽ ഈ പ്രോഗ്രാം എക്സിറ്റ് ആയി കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഇവിടെ ഉപയോഗിച്ച ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ച പ്രോഗ്രാമിംഗിന്റെ ഈ പ്രോഗ്രാമിംഗിന്റെ ലാബിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻഡ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉപയോഗിക്കാം. സെമിക്കോളൻ. ഇതാണ് ഒരു PLPG ബ്ലോക്ക് സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിൾ, ഒരു പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഡു ആൻഡ് $. ആവശ്യമുണ്ടെങ്കിൽ ഒരു ലാബിൽ കൊടുക്കും നിങ്ങൾ. ദെൻ ഡിക്ലറേഷന്റെ ഭാഗമാണ്, ഏതൊക്കെ വേരിയബിൾ ആണോ അതൊക്കെ അത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കും. ദെൻ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പറേറ്റർ നോക്കണം നിങ്ങൾ. സാധാ ഈക്വൽ ടു അല്ല, ഒരു കോളൻ ആൻഡ് സീക്വൽ ടു ആണ്. ദെൻ ബോഡി എന്ന് പറയുന്ന ഭാഗം ബിഗിൻ മുതൽ എൻഡ് വരെയുള്ളതാണ് ബോഡി എന്ന് പറയുന്ന ഭാഗം. അതിന്റെ അകത്ത് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അത്രയും ഓപ്പറേഷൻസ് നടത്തുന്നു. ഇനി സ്ക്രീനിലേക്ക് ഔട്ട്പുട്ട് വേണമെങ്കിൽ നിങ്ങൾ പ്രിന്റ്എഫ് പോലെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് റൈസ് നോട്ടീസ്. ദെൻ എന്താണോ പ്രിന്റ് ചെയ്ത് വരുന്ന വാല്യൂസ് അതൊരു സിംഗിൾ കോട്ടിന്റെ അകത്ത് കൊടുക്കുക. സോ ഇവിടെ ഏതെങ്കിലും വേരിയബിളിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പെർസെന്റേജ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി 2-3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, പെർസെന്റേജ് സ്പേസ് പെർസെന്റേജ് അങ്ങനെ കൊടുക്കാം. നമ്മൾ സാധാരണ സീലൊക്കെ ചെയ്യുന്ന പോലെ. ദെൻ കോമ ഇട്ടിട്ട് എന്ത് കൊടുക്കുക, കൗണ്ടർ ഒരു എക്സാം പ്രിന്റ് ചെയ്യണമെങ്കിൽ X, അങ്ങനെ അവസാനം സെമിക്കോളൻ. ദെൻ ഈ ബോഡി അല്ലെങ്കിൽ PLPG പ്രോഗ്രാം എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എൻഡ് എന്നുള്ള കീവേഡ് ചെയ്താൽ ദെൻ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ലാബിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാബിൽ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക. ദെൻ സെമിക്കോളൻ. ഇതാണ് ഇതിന്റെ ഒരു ബ്ലോക്ക് സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്, സിമ്പിൾ ആണ്, ചെറുതാണ്. So in the declaration section we declare a variable counter and set its value to 0. ഇവിടെ നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ് ഇത്, നല്ലോണം ഓർത്ത് വെക്കുക സിമ്പിൾ. Inside the body section we increase the value of the counter to 1. നമ്മൾ ഇവിടെ counter equal to counter plus 1 ആക്കിയിട്ടുണ്ട്. Then output its value using rise notice. So rise notice എന്നുള്ളതാണ് സ്ക്രീനിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് വരാനുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കീവേഡ്. ആ കീവേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചെയ്തതിന്റെ വാല്യൂ. ഈ PLPG SQL സബ് ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. അപ്പം അതിന്റെ സ്ട്രക്ചറിംഗ് ക്ലിയർ ആയി അല്ലെ. ഒരു ലാബിൽ നിന്ന് ഭാഗം ഓപ്ഷനിലാണ്. ദെൻ ഡിക്ലെയറിന്റെ ഭാഗം എന്തെങ്കിലും വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. ദെൻ ബോഡി എന്നുള്ള ഭാഗം, ബോഡി എന്ന് പറഞ്ഞാൽ ബിഗിൻ തൊട്ട് എൻഡ് വരെയുള്ളതാണ്. അതിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യും, എന്തൊക്കെയാണോ ഓപ്പറേഷൻസ് ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യും. ദെൻ സ്ക്രീനിലേക്ക് ഔട്ട്പുട്ട് വേണമെങ്കിൽ റൈസ് നോട്ടീസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് സിംഗിൾ കോട്ടിനകത്ത് എന്താണോ വരുന്നത് അത് കൊടുക്കും. ഒരു പെർസെന്റേജ് കൊടുത്താൽ മതി, ഏതെങ്കിലും വേരിയബിളിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾ നെയിം ഫോർമാറ്റ് ഇട്ട് കൊടുക്കുക. എല്ലാ സ്റ്റേറ്റ്മെന്റും നമ്മൾ എൻഡ് ചെയ്യുന്നത് ഒരു സെമി കോളം വെച്ചിട്ടാണ്. ദെൻ അവസാനം ഈ PLPG SQL ബ്ലോക്ക് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻഡ് കീവേഡ് ഉപയോഗിക്കും. ഇനി ലാബിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻഡിന് ശേഷം നമ്മൾ ലാബിൽ ഉപയോഗിച്ചിട്ട് ദെൻ സെമി കോളം നമുക്ക് എക്സിറ്റ് ചെയ്യാം. സോ ക്ലിയർ ആണ് വിചാരിക്കുന്നത്. ഒരു പ്രോഗ്രാം ഇതിന്റെ അസൈൻമെന്റ് ആക്കിയിട്ടേക്കാണ്. സോ ഇനി പറയാൻ പോകുന്നത് PLPG SQLന്റെ സബ് ബ്ലോക്ക് എന്താണ്. സബ് ബ്ലോക്ക് പേരിൽ അല്ലേ, സബ് ബ്ലോക്ക് ഇതായിരിക്കും. ഒരു ബ്ലോക്കിന്റെ അകത്ത് വേറെ ബ്ലോക്ക്, അത് തന്നെയാണ് സബ് ബ്ലോക്ക്. PLPG SQL allows you to place a block inside the body of another block. ഒരു ബ്ലോക്കിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറൊരു ബ്ലോക്ക് ഇൻസൈഡ് ഓഫ് അനദർ, ഒരു ബ്ലോക്കിന്റെ അകത്ത് വേറൊരു ബ്ലോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനാണ് നിങ്ങൾ എന്ത് പറയാ, സബ് ബ്ലോക്ക് എന്ന്. Block nested inside another block is called sub block. The block that contains the sub block is referred to as an
ഔട്ടർ ബ്ലോക്ക്. സോ സബ് ബ്ലോക്കും ഔട്ടർ ബ്ലോക്കും, ഉള്ളിൽ വരുന്ന ബ്ലോക്കിനെ സബ് ബ്ലോക്ക് എന്നും ആ ഉള്ളിൽ വരുന്ന ബ്ലോക്ക് ഉൾക്കൊള്ളുന്ന മെയിൻ ബ്ലോക്കിനെ ഞങ്ങൾ ഔട്ടർ ബ്ലോക്ക് എന്നും പറയും. The sub-block are used to grouping statements so that large block can be divided into smaller and more logical sub-block. Sub-block ഉപയോഗിക്കാനുള്ള കാരണം നമ്മൾ വലിയൊരു കോഡൊക്കെയാണ് PLPGSP പ്രോഗ്രാം ആണ് ഇതെന്നെങ്കിലും എന്ത് ചെയ്യാം, ഹൂപ്സ് കൺസെപ്റ്റ് പോലെ, ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റ് പോലെ സ്മോൾ ഭാഗമായിട്ട് ചെറിയ ചെറിയ ബ്ലോക്ക് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനെയും വേറെ വേറെ തന്നെ ബ്ലോക്ക് ആക്കിയിട്ട്. അപ്പൊ വലിയൊരു ബ്ലോക്ക് അതിനകത്ത് ചെറിയ ചെറിയ ഓപ്പറേഷൻസ്, ഓരോ സെറ്റ് ഓഫ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓരോരോ ബ്ലോക്കുകൾ നമുക്ക് ഒന്നും കൂടെ റീഡബിൾ ആണ്, ഒന്നും കൂടെ ഈസിയാണ്, കറക്റ്റ് ചെയ്യാനൊക്കെ ഒന്നും കൂടെ സുഖമായിരിക്കുന്നത് ഈ സബ് ബ്ലോക്ക് ആക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അത് ഒന്നും കൂടെ മോർ ചെറിയ ചെറിയ പ്രോഗ്രാം ആക്കി മാറ്റാനാണ് അതിന്റെ ഈസി ടു യൂസ്. എററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. The variable in the sub-block can have the names as the one in the outer block, even though it is not good practice. ഇപ്പൊ ഒരു മെയിൻ ബ്ലോക്കിന്റെ അകത്ത് ഞാനൊരു വേരിയബിൾ ഉപയോഗിച്ചു, എക്സ് എന്നുള്ള വേരിയബിൾ ഉപയോഗിച്ചു ഔട്ടർ ബ്ലോക്കിൽ. സെയിം വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, സബ് ബ്ലോക്കിന്റെ അകത്തും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഔട്ടർ ബ്ലോക്കിലെ വേരിയബിള് സബ് ബ്ലോക്കിന് ഒരിക്കലും ആക്സസിബിൾ അല്ല. അതേപോലെ തിരിച്ചു ഈ സബ് ബ്ലോക്കിലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഔട്ടർ ബ്ലോക്കിലേക്ക് എന്തില്ല, എക്സ് എന്നുള്ള വേരിയബിളിലേക്ക് ഒരു ഔട്ടർ ബ്ലോക്കിനും അതേസമയം ഒരു സബ് ബ്ലോക്കിനും കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ രണ്ടാമത്തെ സബ് ബ്ലോക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് എന്നുള്ള വേരിയബിൾ തന്നെ കൊടുക്കാൻ പറ്റും. സോ സെയിം വേരിയബിൾ നമുക്ക് ഓരോ ബ്ലോക്കിന്റെ അകത്തും വേറെ വേറെ ആയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷെ അതൊരു ഗുഡ് പ്രാക്ടീസ് അല്ല, അതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബെറ്റർ നിങ്ങൾ ഓരോ ബ്ലോക്കിനും വേറെ വേറെ വേരിയബിൾസ് ഉപയോഗിക്കും. ഒരിക്കലും വേരിയബിൾ നെയിം ഒന്നാക്കാതിരിക്കുന്നതാണ് എപ്പോഴും പ്രോഗ്രാമിംഗ് ബെറ്റർ. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. ഒരു മെയിൻ ഔട്ടർ ബ്ലോക്ക് ഉണ്ടാവും, അതിന്റെ അകത്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള ബ്ലോക്കുകൾ ഉള്ളത്, സബ് ബ്ലോക്ക് ഉള്ളത്, ആ സബ് ബ്ലോക്കിനെ അവിടെ കൊടുക്കാം. ഈ ഔട്ടർ ബ്ലോക്ക് നിങ്ങൾ എക്സ് എന്നുള്ള വേരിയബിൾ ഉപയോഗിച്ചു, ഇവിടെയും നിങ്ങൾക്ക് എക്സ് ഉപയോഗിക്കാം, ഇവിടെ നിങ്ങൾക്ക് എക്സ് ഉപയോഗിക്കാം. ഈ രണ്ട് ബ്ലോക്കിന്റെ അകത്ത് എക്സ് ഉപയോഗിക്കാം. കാരണം ഔട്ടർ ബ്ലോക്കിലുള്ള വേരിയബിൾ ഒരിക്കലും ഈ സബ് ബ്ലോക്കിന് ആക്സസിബിൾ അല്ല, അത് ഹൈഡ് ചെയ്തു. അതേപോലെ ഇതിനും ഹൈഡ് ചെയ്തു. ഇതിന്റെ ഈ സബ് ബ്ലോക്കിന്റെ ഒരു സബ് ബ്ലോക്കിന്റെ വേരിയബിൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ സബ് ബ്ലോക്കിനും ഹൈഡ് ചെയ്തു. ഇപ്പം ഈ ഇവിടെ 3 ബ്ലോക്കുകൾ ഉണ്ടല്ലോ, ഇതൊരു ഔട്ടർ ബ്ലോക്ക്, 2 സബ് ബ്ലോക്കും. ഈ 3 ബ്ലോക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിം വേരിയബിൾസ് തന്നെ ഉപയോഗിക്കാം. അതിന്റെ വാല്യൂ ഒക്കെ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഒന്നുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് താഴെ. എക്സാമ്പിൾ അത് കാണുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും, അതിന്റെ ഔട്ട്പുട്ട് കാണുന്നതോടെ ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ ആണ്, ഈ സബ് ബ്ലോക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡു ഡബിൾ ബ്ലോക്ക് ആണ്. ഈ മെയിൻ ബ്ലോക്കിന് ഞാൻ ഒരു ലാബിൽ കൊടുത്തു, ഔട്ടർ ബ്ലോക്ക് എന്നുള്ള ലാബിന്റെ അകത്ത് അത് കൊടുക്കുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളിന്റെ അകത്താണ്. ദെൻ ഡിക്ലെയർ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണം. ഇവിടെ ഞാൻ കൗണ്ട് എന്നുള്ള വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്തത്, ഇന്റിജർ ആണത്. അതിന്റെ വാല്യൂ ഞാൻ അസൈൻ ചെയ്തുകൊണ്ട് 0 ആയിട്ട് അസൈൻ ചെയ്തു. സോ ഇതിന്റെ ഡിക്ലറേഷൻ ഭാഗം കഴിഞ്ഞു. ഇതൊരു ഓപ്ഷണൽ ആയിട്ട് ഔട്ടർ ബ്ലോക്ക് എന്ന പേര് കൊടുത്തു. കൗണ്ടർ ഇന്റിജർ കൗണ്ടർ എന്നുള്ള വേരിയബിൾ ആണ് ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, അതിന്റെ വാല്യൂ 0 കൊടുത്തു. ദെൻ ബോഡി ഭാഗത്ത് ഇത്രയും വരും, ഈ ബിഗിൻ മുതൽ എൻഡ് വരെയുള്ളതാണ്, ബിഗിൻ മുതൽ എൻഡ് വരെയുള്ളതാണ് ബോഡി പാർട്ട് എന്ന് പറയുന്നത്. സോ അവിടെ ഞാൻ കൊടുക്കുന്നത്, അവിടെ ഞാൻ കൗണ്ടറിന്റെ വാല്യൂ കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1. സോ 0 പ്ലസ് 1 എന്നായി കൗണ്ടറിന്റെ വാല്യൂ ഇപ്പം. ദെൻ ആ പർട്ടിക്കുലർ കൗണ്ടറിന്റെ വേരിയബിളിന്റെ വാല്യൂ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് നോട്ടീസ്, then semicolon single colon അകത്ത് the current value of counter is percentage counter. So ഈ കൗണ്ടറിന്റെ വാല്യൂ ഇപ്പൊ എന്താവും, 0 ആയിരുന്നു ആദ്യം, അതിനാൽ 0 plus 1 ആക്കി. സോ 0 plus 1 എന്നാൽ 1 ആയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന വാല്യൂ നോട്ടീസ് എന്തായിരിക്കും, 1 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. ഈ കൗണ്ടറിന്റെ വാല്യൂ ഇപ്പൊ 1 ആണ്. ദെൻ ഇവിടെ ഞാനൊരു സബ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ ഡിക്ലറേഷൻ മുതൽ ഈ തൊട്ട് താഴെ വരുന്ന ഫസ്റ്റ് വരുന്ന എൻഡ് വരെയുള്ളത് എന്താണ്, ഒരു സബ് ബ്ലോക്ക് ആണ്. ഡിക്ലെയർ മുതൽ ബിഗിൻ എൻഡ് ഇതൊരു സബ് ബ്ലോക്ക് ആണ്. അവിടെ ഞാൻ എന്ത് ചെയ്തു, കൗണ്ടർ എന്നുള്ള സെയിം വേരിയബിൾ ആണ് എന്ത് ചെയ്ത് ഡിക്ലെയർ ചെയ്തു. കാരണം ഇവിടെ കൊടുത്ത കൗണ്ടർ ആണ്, ഇവിടെ എന്താണ് കൗണ്ടർ ആണ്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ദെൻ കൗണ്ടർ അതിന്റെ വാല്യൂ എന്താക്കി, ഈക്വൽ ടു 0 എന്നാക്കി ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ദെൻ കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 10. അപ്പൊ ഇവിടെ വാല്യൂ കൗണ്ടറിന്റെ വാല്യൂ എന്താക്കും, 0 പ്ലസ് 10 ആയിട്ട് അല്ലെ. സോ ഞാൻ ആ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. റൈസ് നോട്ടീസ് പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ് ആണ്. ദ കറന്റ് വാല്യൂ ഓഫ് ദി കൗണ്ടർ ഇൻ ദ സബ് ബ്ലോക്ക്, ഈ ബ്ലോക്കിന്റെ അകത്തെ കൗണ്ടറിന്റെ വാല്യൂ എന്താന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് ഈസ് കൗണ്ടർ. അപ്പൊ എന്തായിരിക്കും വരിക, 0 പ്ലസ് 10 എന്നുള്ള വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത് 10 ആണ്. ആദ്യത്തത് ഈ 1 വരും, ഔട്ടർ ബ്ലോക്കിന്റെ 1. രണ്ടാമത്തത് ഇന്നർ ബ്ലോക്കിന്റെ അകത്ത് നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ആണ് എന്ത്, കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1. 0 പ്ലസ് 1 10 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തു.
Then ഇവിടെ വേറൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. റൈസ് നോട്ടീസ് ദ കറന്റ് വാല്യൂ ഓഫ് ദി കൗണ്ടർ ഇൻ ദ ഔട്ടർ ബ്ലോക്ക്. ഇപ്പൊ ഞാൻ ഇന്നർ ബ്ലോക്കിലാണ് ഇവിടെ പ്രിന്റ് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്നർ ബ്ലോക്കിലാണ്, ഞാൻ സബ് ബ്ലോക്കിലേതാണ് ഇത് ഔട്ടർ കൗണ്ടറിന്റെ വാല്യൂ ഔട്ട്പുട്ട് കൊടുത്തത്. തൊട്ട് താഴെ കൊടുക്കുന്നത് ഔട്ടർ ബ്ലോക്കിലെ ഈ കൗണ്ടറിന്റെ വാല്യൂ, ഈ മെയിൻ ബ്ലോക്കിലെ കൗണ്ടറിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് അത് ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്. കറന്റ് വാല്യൂ ഓഫ് ദി കൗണ്ടർ ഇൻ ദ ഔട്ടർ ബ്ലോക്ക് ഈസ്. ഇപ്പൊ ഇവിടെ ആ വാല്യൂ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഔട്ടർ ബ്ലോക്ക് ഡോട്ട് കൗണ്ടർ. ഇവിടെ കൗണ്ടർ ഉപയോഗിച്ചു, കാരണം ഇതിന്റെ അകത്ത് ബ്ലോക്ക് സെയിം ബ്ലോക്കിന്റെ അകത്താണ് എന്തത് ഈ വാല്യൂബിൾ ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഈ റൈറ്റ് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ച വാല്യൂബിൾ എന്ന് പറയുന്നത് ഏത് ബ്ലോക്കിലാണ്? ഔട്ടർ ബ്ലോക്കിലാണ്, പുറത്തുള്ള ബ്ലോക്കാണ്. ആ ബ്ലോക്കിന്റെ പേരെന്തായിരുന്നു? ഔട്ടർ ബ്ലോക്ക്. സോ ഔട്ടർ ബ്ലോക്ക് ഡോട്ട് കൗണ്ടർ, അത് ഈ വാല്യൂബിളിനെ മെയിൻ ഔട്ടർ ബ്ലോക്കിലെ വാല്യൂബിൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതിനാണ് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞു വാല്യൂബിൾ ലാബിൽ കൊടുക്കുന്നത്. ഒന്ന് അത് എൻഡ് സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഒരു സാധനം ക്വാളിഫൈ ദ വാല്യൂബിൾ, ക്വാളിഫൈങ് ദ വാല്യൂബിൾ. ക്വാളിഫൈ വാല്യൂബിൾ എന്നുള്ള ഇതാണ് ഒരു ബ്ലോക്കിന്റെ അകത്തേക്ക് വേറെ ബ്ലോക്കിൽ നിന്നുള്ള വാല്യൂബിൾ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് പറയാം ക്വാളിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ. സോ ഇവിടെ ഞാൻ ഔട്ടർ ബ്ലോക്കിലെ കൗണ്ടറാണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. സോ ഔട്ടർ ബ്ലോക്ക് ഡോട്ട് കൗണ്ടർ എന്നാണ് അത് കൊടുത്തത്. സോ ഇതാണ് ക്വാളിഫൈ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു 3 പ്രിന്റ് ഇപ്പൊ തന്നെ വന്നു അല്ലെ. ആദ്യം ഈ കൗണ്ടറിന്റെ വാല്യൂ ഔട്ടർ ബ്ലോക്കിലെ, രണ്ടാമത്തത് ഇന്നർ ബ്ലോക്കിലെ 0+10 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. പിന്നെ ഇന്നർ ബ്ലോക്കിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു? ഔട്ടർ കൗണ്ടറിന്റെ വാല്യൂബിൾ ഒന്നും കൂടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു യൂസിങ് ഔട്ടർ ബ്ലോക്ക് ഡോട്ട് കൗണ്ടർ എന്നുള്ള വാല്യൂബിൾ. ഈ ഔട്ടർ ബ്ലോക്ക് സബ് ബ്ലോക്ക് ഞാൻ എന്ത് ചെയ്തു? എൻഡ് സെമിക്കോളൻ എന്ത് ചെയ്തു? എക്സിറ്റ് ചെയ്തു. ഇത് ഈ ഔട്ടർ ബ്ലോക്ക് കഴിഞ്ഞു. ദെൻ നമ്മൾ അഗെയിൻ ഇന്നർ ബ്ലോക്ക് സബ് ബ്ലോക്ക് ഇവിടെ കഴിഞ്ഞു, ഈ ഭാഗത്ത് കഴിഞ്ഞു. ദെൻ ഈ റൈസ് നോട്ടീസ് വരുന്നത് ഔട്ടർ ബ്ലോക്കിലാണ്, ഈ ബ്ലോക്കിലാണ്, മെയിൻ ബ്ലോക്കിലാണ് വരുന്നത്. കാരണം ഈ സബ് ബ്ലോക്ക് ഇവിടെ ഡിക്ലെയർ മുതൽ ഈ എൻഡ് വരെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ റൈസ് നോട്ടീസ് ഈ ഇപ്പൊ കാണുന്ന മൗസ് പോയിന്റ് കാണുന്ന റൈസ് നോട്ടീസ് എന്ന് പറയുന്നത് ദ കറന്റ് വാല്യൂ ഓഫ് ദ കൗണ്ടർ ഇൻ ദ ഔട്ടർ ബ്ലോക്ക്. ഔട്ടർ ബ്ലോക്കിൽ കൗണ്ടർ കൗണ്ടർ എന്നുള്ള വേരിയബിൾ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഈസ് പെർസെന്റേജ് ആൻഡ് കൗണ്ടർ എന്നുള്ള പേരിൽ വരും. ഇപ്പൊ അവിടെ മൊത്തം 4 ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ റൈസ് നോട്ട് കമാൻഡ്. ഒന്ന് കൗണ്ടർ സീക്വൽ ടു കൗണ്ടർ +1 ആക്കിയിട്ട് എന്താ ചെക്ക് ചെയ്തു. പിന്നെ നമ്മൾ സബ് ബ്ലോക്കിലേക്ക് പോയി അവിടെ ഒരു കൗണ്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന് +10 ആക്കി കൊടുത്തു. എന്നിട്ട് ആ +10 നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇന്നർ ബ്ലോക്കിന്റെ അകത്തുള്ള കൗണ്ടറിനെ അവിടെ കോൾ ചെയ്തു ഈ റൈസ് സ്റ്റേറ്റ്മെന്റ്. ഇനി അതിന്റെ ഇന്നർ സബ് ബ്ലോക്കിൽ തന്നെ ഒരു റൈസ് നോട്ടീസും കൂടെ ഉണ്ട്. അത് നമ്മൾ ഔട്ടർ ബ്ലോക്കിൽ ആ സമയത്ത് കൗണ്ടർ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ടർ ബ്ലോക്ക് ഡോട്ട് കൗണ്ടർ വെച്ചിട്ട് ഒരു കമാൻഡ് കൊടുത്ത് ചേഞ്ച് ചെയ്യും, അവിടെ ഔട്ട്പുട്ട് കൊടുത്തു. എന്നിട്ട് ഈ സബ് ബ്ലോക്ക് ഇവിടെ എൻഡ് ചെയ്തു. ദെൻ ഈ സബ് ബ്ലോക്കിന്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ച കൗണ്ടർ ഈ ഔട്ടർ ബ്ലോക്കിന് എന്തെങ്കിലും ഔട്ടർ ബ്ലോക്കിലെ കൗണ്ടർ വേരിയബിൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വേറൊരു റൈസ് സ്റ്റേറ്റ്മെന്റ് അവസാനം കൊടുത്തു. റൈസ് നോട്ടീസ് ദ കറന്റ് വാല്യൂ ഓഫ് ദ കൗണ്ടർ ഇൻ ഔട്ടർ ബ്ലോക്ക് ഈസ് കൗണ്ടർ. ഔട്ട്പുട്ട് നിങ്ങളൊന്ന് ഈ പ്രോഗ്രാം നോക്കുക, എന്നിട്ട് ഔട്ട്പുട്ടിലേക്ക് ഔട്ട്പുട്ടിന് തൊട്ടടുത്ത സ്ലൈഡിൽ കാണാൻ നമുക്ക് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഈ മൊത്തം PLSQL പ്രോഗ്രാം ഞാൻ എൻഡ് ചെയ്യാണ്. സോ എൻഡ് എന്നുള്ള കമാൻഡ് മാത്രം മതി. ഞാൻ ഇവിടെ ലാബിൽ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഔട്ടർ ബ്ലോക്ക് എന്നുള്ള ലാബിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എൻഡ് ഔട്ടർ ബ്ലോക്ക് രണ്ട് $. സോ ഈ PLPG പ്രോഗ്രാം ഇവിടെ എക്സിറ്റ് ആയി. ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം നിങ്ങൾക്ക്. ഫസ്റ്റ് കറന്റ് വാല്യൂ ഓഫ് ദ കൗണ്ടർ, അതായത് ഔട്ടർ ബ്ലോക്കിലെ വാല്യൂ ആണ്, കൗണ്ടറിന്റെ വാല്യൂ എന്ന് 0+1 കൊടുത്ത സമയത്തുള്ള വാല്യൂ 1. ഈ രണ്ടാമത്തെ നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? സബ് ബ്ലോക്കിൽ ഫസ്റ്റ് ഒരു പ്രിന്റ് ഉണ്ട് 0 കൗണ്ടർ നമ്മൾ 0 കൊടുത്തിട്ട് കൗണ്ടർ സീക്വൽ ടു കൗണ്ടർ +1 ആക്കിയിട്ടൊരു സബ് ബ്ലോക്കിന്റെ അകത്തെ വാല്യൂ അല്ലെ അപ്പോൾ കാണാം. സബ് ബ്ലോക്കിന്റെ അകത്തുള്ള വാല്യൂന്റെ ഔട്ട്പുട്ട് എത്ര കൊടുത്തത്? 10. 0+10 അതേ ബ്ലോക്ക് സബ് ബ്ലോക്കിൽ നമ്മൾ ഔട്ടർ കൗണ്ടറിലെ വേരിയബിളിനെ ഔട്ടർ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൗണ്ടർ എന്നുള്ള വേരിയബിൾ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് ഔട്ടർ ബ്ലോക്കിലെ വേരിയബിളിനെ. അതാണ് ഈ മൂന്നാമത്തെ നോട്ടീസ്. അവിടെ എന്തെന്നെ വരുന്നുള്ളൂ? 10 അല്ല വരുന്നത്, എന്താ വരുന്നത്? 1 വരുന്നത്. കാരണം ഈ സബ് ബ്ലോക്കിനകത്ത് കൗണ്ടർ എന്നുള്ള വേരിയബിൾ നടന്ന ഒരു ഓപ്പറേഷനും ആരെ ബാധിച്ചിട്ടില്ല? ഔട്ടർ ബ്ലോക്കിലെ കൗണ്ടർ എന്നുള്ള വേരിയബിളിനെ ബാധിച്ചിട്ടില്ല. കാരണം അത് ഇവിടെ 1 ആയിരുന്നു, നമ്മളെ 0+1 ചെയ്തപ്പോ 1 ആയിരുന്നു. ഇതിന്റെ അകത്തുനിന്ന് കോൾ ചെയ്തപ്പം അതിന്റെ വാല്യൂ എന്ത്? 1 തന്നെയാണ്. 10 എന്നുള്ള 0 കൗണ്ടർ +10 എന്നുള്ള വാല്യൂ സബ് ബ്ലോക്കിന്റെ അകത്ത് കൗണ്ടർ എന്നുള്ള വേരിയബിളിന് ഉണ്ടായ ചേഞ്ച് ഔട്ടർ ബ്ലോക്കിലെ കൗണ്ടർ എന്നുള്ള വേരിയബിളിന് വന്നിട്ടില്ല. ഇവിടെ മൂന്നാമത്തെ നോട്ടീസ് സബ് ബ്ലോക്കിന്റെ അകത്തുള്ളതാണ്. ദെൻ
ആ ബ്ലോക്ക് എക്സിറ്റ് ചെയ്ത് നാലാമത്തെ നോട്ടീസ് ഉള്ളത് ഏറ്റവും അവസാനം കൊടുത്ത റൈസ് കമാൻഡ് ആണ്. ഈ തൊട്ട് മുന്നേ നടന്ന സബ് ബ്ലോക്കിൽ കൗണ്ടർ എന്നുള്ള വേരിയബിൾ നമ്മൾ ഉപയോഗിച്ച് സെയിം നെയിം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ഔട്ടറിലത് ഉണ്ടാകും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാലാമത്തെ ഔട്ട്പുട്ട്. ദ കറന്റ് വാല്യൂ ഓഫ് ദി കൗണ്ടർ ഇൻ ദി ഔട്ടർ ബ്ലോക്ക് ഈസ്. ഈ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് സബ് ബ്ലോക്കിനകത്തും ഔട്ടർ ബ്ലോക്കിനകത്തും സെയിം വേരിയബിൾ നെയിം കൊടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല, എഫക്ട് ചെയ്യില്ല. ഓരോ ബ്ലോക്കിനകത്തുള്ള അതിന്റെ അകത്ത് മാത്രം എഫക്ട് ചെയ്യും. സബ് ബ്ലോക്കിൽ ആ വേരിയബിൾസിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ഔട്ടർ ബ്ലോക്കിന് എഫക്ട് ചെയ്യില്ല. ഔട്ടർ ബ്ലോക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് സബ് ബ്ലോക്കിനകത്തുള്ള വേരിയബിളിനെയും എഫക്ട് ചെയ്യില്ല. സെയിം നെയിം ആണെങ്കിൽ ബെറ്റർ പ്രാക്ടീസ് എന്ത് ചെയ്യുന്നതാണ്, വേറെ വേറെ നെയിം കൊടുക്കുന്നത്. So first we declare variable named counter in the outer block. Next the sub block we also declare variable with the same name. അതായത് കൗണ്ടർ എന്നുള്ള വേരിയബിൾ നെയിം എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സബ് ബ്ലോക്ക് ഡിഫൈൻ ചെയ്തു. Then before entering to the sub block the value of the counter is 1. കാരണം നമ്മൾ counter is equal to counter plus 1 എന്നാക്കിയിട്ടുണ്ടായിരുന്നു outer blockൽ ഫസ്റ്റ്. the program ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. In the sub block we increase the value of the counter to 10 and print the output. നമ്മൾ counter is equal to counter plus 10 ആക്കിയിട്ട് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ടീസ് ദാറ്റ് ദ ചേഞ്ച് ഓൺലി അഫക്ട് ദ കൗണ്ടർ വേരിയബിൾ ഇൻ ദ സബ് ബ്ലോക്ക്. ഈ 10 എന്നുള്ള വേരിയബിൾ 10 ആഡ് ചെയ്തത് എവിടെ മാത്രമേ എഫക്ട് ചെയ്യുന്നുള്ളൂ, സബ് ബ്ലോക്കിൽ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. ആഫ്റ്റർ ദാറ്റ് വി റെഫർ ദ കൗണ്ടർ വേരിയബിൾ ഇൻ ദി ഔട്ടർ ബ്ലോക്ക് യൂസിംഗ് ബ്ലോക്ക് ലേബൽ ടു ക്വാളിഫൈ ഇറ്റ്സ് നെയിം. അതാണ് നേരത്തെ പറഞ്ഞത്, ആ ബ്ലോക്കിന് നെയിം കൊടുക്കുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ടർ ബ്ലോക്ക് ഡോട്ട് കൗണ്ടർ എന്ന് ഉപയോഗിച്ച പോലെ നമുക്ക് ഒരു സബ് ബ്ലോക്കിന്റെ അകത്ത് വേറെ ബ്ലോക്കിലെ എലമെന്റിന് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ ലാബിൽ ചെയ്യുന്നതുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രോഗ്രാം. ഇങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ഔട്ടർ ബ്ലോക്ക് ഡോട്ട് കൗണ്ടർ എന്ന് പറഞ്ഞപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. Then finally we print the output or value of the counter variable in the outer block. Its value remains intact. അവസാനം നമ്മൾ റൈസ് കമാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ സബ് ബ്ലോക്ക് എന്തെങ്കിലും എഫക്ട് വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഏറ്റവും ലാസ്റ്റിൽ ഔട്ടർ ബ്ലോക്കിന്റെ അവസാനത്തിൽ നമ്മളൊരു റൈസ് നോട്ടീസ് കമാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും നമുക്കറിയാം, അത് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും, എന്താണോ സബ് ബ്ലോക്കിൽ ചെയ്തത് അതൊന്നും ആരും എഫക്ട് ചെയ്തിട്ടില്ല, ഔട്ടർ ബ്ലോക്കിലെ കൗണ്ടർ എന്നുള്ള വേരിയബിളിനെ എഫക്ട് ചെയ്തിട്ടില്ല. സോ ഓരോ ബ്ലോക്കിനകത്തും പറയുന്നത്, ഓരോ ബ്ലോക്കിനകത്തും നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ നെയിംസ് ഓരോന്നാണെങ്കിലും ഒരേപോലെ ആണെങ്കിലും ഒരു വാല്യൂവിനെ കൊടുത്താലും അത് ട്രീറ്റ് ചെയ്തത് വേറെ വേറെ തന്നെ കിട്ടാം. പക്ഷെ ബെറ്റർ എപ്പോഴും വേറെ വേറെ വേരിയബിളിനെ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇപ്പം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പ്രോഗ്രാമിംഗ് പ്രൊസീജിയർ ലാംഗ്വേജ് ആണ് PLPG SQL എന്ന് പറയുന്നത്. പ്രൊസീജിയർ ലാംഗ്വേജ് ആണ്. പ്രൊസീജിയർ ലാംഗ്വേജ് എന്നാൽ ഒരു സെറ്റ് ഓഫ് ടാസ്കുകൾ ഉണ്ടാവും, അത് 1 by 1 എക്സിക്യൂട്ട് ചെയ്തിട്ട് വരും. അപ്പം ഒന്നും കൂടെ സാധാരണ നിങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത SQL-നെക്കാട്ടിലും ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആണത്. കാരണം ഇതിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, അതേപോലെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റും, കൺട്രോൾ ഉപയോഗിക്കാൻ പറ്റും, ലൂപ്പുകൾ ഉപയോഗിക്കാൻ പറ്റും. സോ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആണത്. ഇതിന് കുറെ അഡ്വാൻറ്റേജുകൾ പറഞ്ഞു. ഇന്ന് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ ആണ്, കാരണം ഓരോ പ്രാവശ്യവും SQL ചെയ്യുന്ന പോലെ ഒരു ക്വയറി ചെയ്താൽ അത് ഡാറ്റാബേസിൽ പോയി ഔട്ട്പുട്ട് വന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. PLPG SQL നമ്മൾ കംപ്ലീറ്റ് പ്രോഗ്രാം ചെയ്താൽ ഒരുമിച്ച് അത് പോകും, SQL-ലേക്ക് പോകും, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പം ഇതിന്റെ സ്ട്രക്ചർ ആണ് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇറ്റ്സ് എ ബ്ലോക്ക് സ്ട്രക്ചർ ആണ്. ഇതിന് രണ്ട് ഭാഗമാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നൊരു ഡിക്ലറേഷൻ ഭാഗം, രണ്ടാമത്തെ ബോഡി എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാബിൽ കൊടുക്കും. ലാബിൽ എന്നാൽ ആ പെർട്ടിക്കുലർ കോഡ് എന്തിനാന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അത് നമ്മൾ കൊടുക്കുന്നത് ഒരു ഡബിൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ബ്രാക്കറ്റിന്റെ അകത്താണ്. ഡിക്ലെയർ എന്നുള്ള ഭാഗം നമ്മൾ കൊടുക്കുന്നത് ഈ പ്രോഗ്രാമിൽ, PLPG പ്രോഗ്രാമിൽ നമ്മൾ ഏതൊക്കെ വേരിയബിൾസ് ആണോ ഉപയോഗിക്കുന്നത് അത് ഡിക്ലറേഷന് വേണ്ടിയിട്ടാണ്, ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിക്ലെയർ എന്നുള്ള ഒരു പാർട്ട്. ഓപ്ഷനിലാണ് അത്. നമ്മൾ PLPG SQL-ൽ ഒരു വേരിയബിളും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒമിറ്റ് ചെയ്യാം. ഡിക്ലറേഷന്റെ ഭാഗം ആവശ്യമില്ല, ഓപ്ഷനിലാണ്. ദെൻ രണ്ടാമത്തെ ഭാഗം ബോഡി എന്ന് പറയുന്ന ഭാഗമാണ്. ബോഡി എന്നുള്ള ഭാഗം ഇറ്റ്സ് റിക്വയർഡ് ആണ്, മസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ്. അതിന്റെ അകത്താണ് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഓപ്പറേഷൻ, ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ അത് ഡിക്ലെയർ ചെയ്യും. അപ്പം ഡിക്ലറേഷന്റെ ഭാഗത്താണെങ്കിലും ബോഡിയിലും ആണെങ്കിലും ഓരോ സ്റ്റേറ്റ്മെന്റും എക്സിറ്റ് ചെയ്യാൻ നമ്മൾ സെമിക്കോളൻ ഉപയോഗിക്കണം. ദെൻ ഈ PLPG പ്രോഗ്രാം എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ എൻഡ് കമാൻഡ് ആൻഡ് സെമിക്കോളൻ. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ് ബ്ലോക്ക് എന്താണെന്ന് പറഞ്ഞു. സബ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ബ്ലോക്കുകളെ വിളിക്കാൻ പറ്റും. ആ ഒരു മെയിൻ ബ്ലോക്കിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ഇൻസൈഡ് ഉപയോഗിക്കുന്ന ബ്ലോക്കിനെ സബ് ബ്ലോക്ക് എന്നും, ഏത് ബ്ലോക്കിനാണോ നമ്മൾ സബ് ബ്ലോക്ക് ഉപയോഗിച്ചത് അതിന്റെ അത് കൊള്ളുന്ന മെയിൻ ബ്ലോക്കിനെ നിങ്ങൾ ഔട്ടർ ബ്ലോക്ക് എന്നും. സബ് ബ്ലോക്കിലും ഔട്ടർ ബ്ലോക്കിലും നിങ്ങൾക്ക് സെയിം വേരിയബിൾസ് ഒരേ നെയിമിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, എഫക്ട് ഇല്ല, വേറെ വേറെ തന്നെയായിട്ടാണ്
സ്പ്ലിറ്റ് ചെയ്യുക, ഇതിന്റെ എക്സാമ്പിൾ. ഇപ്പൊ 3 ആണ് ഇന്നത്തെ ടോപ്പിക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് പറയും, ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാണെന്ന് പറയും, ദെൻ ഫംഗ്ഷൻസ്, ട്രിഗർ, അങ്ങനെ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.